നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായ അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ ലഭിക്കുന്ന ആളുകൾ പെൻഷൻ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകണം. അതിനെക്കുറിച്ചെല്ലാം നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. 1600 രൂപ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പെൻഷൻ ലഭിക്കുന്ന ഒരുപാട് ക്ഷേമനിധി ബോർഡുകളുണ്ട്. ആ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ ലഭിക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് പെൻഷൻ ലൈഫ് സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ പ്രവാസി പെൻഷൻ ലഭിക്കുന്ന പ്രവാസി ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർ നിർബന്ധമായിട്ടും ഈ മാസം മസ്റ്ററിംഗ് ചെയ്യുന്നതിന് പകരമായിട്ട് ലൈഫ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും നൽകണം. അല്ലാത്ത പക്ഷം തുടർന്നവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല. നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു PDF ഫയൽ താഴെ കൊടുക്കുന്നുമുണ്ട്. ആ ഒരു PDF ഫയൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ കറക്റ്റായി കാര്യങ്ങൾ പൂരിപ്പിച്ച് ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷം നേരിട്ടോ തപാൽ മുഖേനയോ നമ്മൾ നിർബന്ധമായിട്ടും ക്ഷേമനിധി ഓഫീസിൽ എത്തിക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പെൻഷൻ ID കാർഡോ പെൻഷൻ നമ്പറെല്ലാം നിർബന്ധമായി രേഖപ്പെടുത്തുകയും വേണം. നമ്മുടെ ആധാർ കൂടി അതിൽ ഉൾപ്പെടുത്തുകയും വേണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതിൽ സംശയമായി ചോദിച്ചിരുന്നു. മസ്റ്ററിങ്ങിൻ്റെ തീയതി ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു വെക്കണമെന്ന് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. അതിൽ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു, ആധാർ കാർഡ് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആധാറിലെ ഫോട്ടോ എങ്ങനെയാണ് മാറ്റുക എന്നെല്ലാം കാര്യങ്ങൾ ചോദിച്ചിരുന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാർ ചെയ്യുന്ന അക്ഷയ കേന്ദ്രങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. 100 രൂപ 50 രൂപയായിരിക്കും അതിൻ്റെ ഫീസ് വരിക. അതിനുശേഷം ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ആധാർ കാർഡിലെ ഫോട്ടോ ചേഞ്ച് ആക്കി വെക്കുക. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് സർക്കാരിൽ നിന്നുള്ള പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുകയുള്ളൂ. ഒരു പ്രാവശ്യം ആ പെൻഷൻ തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് പുനഃസ്ഥാപിക്കാൻ ഒരുപാട് തവണ നമ്മൾ കയറി ഇറങ്ങേണ്ടി വരും, ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരും. സർക്കാർ പറയുന്ന കാര്യങ്ങൾ യഥാസമയത്ത് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.